എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കാച്ചി കിടക്കുന്ന എൻആർ ലൂബി പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇത് കണ്ടോ, നിറച്ച് എൻആർ കാച്ചിട്ടുണ്ട്. പറിക്കേണ്ട പാകമൊക്കെ ആയത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് പറിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, അത് കിളികൾ കൊണ്ടുപോകും. ഇതിപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ഇതിൽ നിന്ന് ഫുൾ ലെയർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പ്ലാന്റുകൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വേര് പിടിക്കാൻ താമസിച്ച പ്ലാന്റുകളാണ് കേട്ടോ. അത് കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഈ പ്ലാന്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓൾറെഡി ഇതിൽ കായ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യുമ്പോഴും ഈ കായോട് കൂടി സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ മേളിലേക്ക് നന്നായിട്ട് വളർന്നു. ഇതൊരു 4 വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റാണ്. അപ്പം ഞാനിന്ന് ഇത് കാച്ചി കിടക്കുന്നത് കാണിക്കാനും, പിന്നെ ഡ്രമ്മിൽ ഇത് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ലൂബി ഇപ്പോൾ ഡ്രമ്മിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിന് ഫംഗസ് പെട്ടെന്ന് ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്താൽ നശിച്ചു പോവുക അങ്ങനെയൊന്നുമില്ല. വെള്ളം എവിടെ കിട്ടിയാലും ലൂബി നശിച്ചു പോവും. അപ്പോൾ നമ്മൾ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് കറക്റ്റ് സമയത്ത് വളം ചെയ്യണം. പിന്നെ ഇതിന് നീർവാർച്ച ഉറപ്പാക്കണം. ഹോള് നന്നായിട്ട് പ്ലാന്റിന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും അതിന് ചെറുതായിട്ട് ഫംഗസ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലായി ഇല പൊഴിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് വെള്ളം അതിൻ്റെ ചോട്ടിൽ കെട്ടിയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയായിരിക്കും മിക്കവാറും അതിന് ആ ഇല മഞ്ഞളിപ്പ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ ഏത് ലൂബി ഇപ്പോൾ നമ്മൾ മണ്ണിലാണെങ്കിലും അല്ല ഡ്രമ്മിലാണ് വയ്ക്കുന്നതെങ്കിലും നമ്മൾ അതിന് വെള്ളം കെട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3 വർഷമൊക്കെ ആയിട്ട് നമുക്ക് ഈ ലൂബി കാച്ചു തുടങ്ങിയിട്ട്. ഇതിൻ്റെ കടവണ്ണം കണ്ടോ, നല്ല കടവണ്ണം ഉണ്ട്. ഇത് ഈ ലൂബി നമ്മൾ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തപ്പോൾ നമ്മളിതിൽ ഈ മണ്ണിൻ്റെ കൂടെ ഉമിയും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിനൊരു 3 മാസം അല്ല 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ മസ്റ്റായിട്ടും വളം കൊടുക്കും. പിന്നെ ഡ്രമ്മിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്, കൃത്യസമയത്ത് നമ്മൾ വളം കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കളർ ചേഞ്ച്, ഇതിൻ്റെ പ്ലാന്റിൻ്റെ എന്തെങ്കിലും ചെറിയ കളർ ചേഞ്ച് കാണുവാണെങ്കിൽ തന്നെ നമ്മളതിൽ ഫംഗിസൈഡ് എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡ്രമ്മിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലൂബിക്ക ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ എൻആറിൻ്റെ ലൂബി, ഈ ഒരു എൻആറിൻ്റെ ലൂബി, പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു പാകത്തിൽ പറിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല മധുരം ഫീൽ ചെയ്യണത്. ബാക്കി ഈ ചെറിയ കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ പറിച്ച ഒരു ചവർപ്പായിരിക്കും. നല്ല മധുരം, ആ ഒരു പാകത്തിന് പറിച്ചാൽ നല്ല മധുരം ഫീൽ ചെയ്യും. പക്ഷെ തായ് ലൂബിയൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലിപ്പം വയ്ക്കും. പക്ഷെ ഇത് ഓൾ ടൈം നിറച്ച് ഇങ്ങനെ കൊല കുത്തി ഉണ്ടാവും എൻആറിൻ്റെ ലൂബി. ഇപ്പം നമ്മൾ മണ്ണിലൊരു ലൂബി പ്ലാന്റ് ചെയ്തിട്ട് അതിന് ഫംഗസ് അടിച്ച് ഇല പൊഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. അത് പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല, പക്ഷെ ഇല മൊത്തം കൊഴിഞ്ഞു പോയി. അത് നമുക്കൊന്ന് കാണാം. ഇതാണിട്ട്, ഇത് നമുക്ക് ഫംഗസ് വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ, ലൂബി ആണ് ഇത്. നമ്മുടെ അടുത്ത് ലൂബിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് തായ് ലൂബിയാണ്. നമുക്ക് തായ് ലൂബി തന്നെ 2-3 എണ്ണം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഐശ്വര്യ ലൂബി, വിസ്പറിംഗ് ലൂബി, പിന്നെ ഉമ്മർ ലൂബി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ലൂബിയുടെ. ഇത് ആ കണ്ടിന്യൂസ് മഴ വന്ന ടൈമിൽ ഇതിന് ഫംഗസ് അടിച്ചതായിരുന്നു. അപ്പോൾ ഞാനിവിടെ പച്ചപ്പുള്ള ഭാഗത്ത് വെച്ച് ഫുൾ ഇത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നല്ല വെള്ളക്കെട്ടായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് ഡ്രൈ ആയിട്ടു. ഇത് ഫംഗിസൈഡ് നന്നായിട്ട് അപ്ലൈ ചെയ്തു, ചോട് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ചോട്ടിലും ഫംഗിസൈഡ് ഒഴിച്ചു കൊടുത്തതാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നന്നായിട്ട് നനച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് തളിരെല്ലാം വന്ന് സെറ്റ് ആയിക്കോളും. കാരണം ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട്. ഞാൻ കട്ട് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് കയറി വന്നോളും കുറച്ച് ദിവസത്തേക്ക്. അപ്പം മണ്ണിലാണെങ്കിലും ഡ്രമ്മിലാണെങ്കിലും നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും വെള്ളം കെട്ടരുത്, നീർവാർച്ച നന്നായിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സീഡ് ലൂബി നന്നായിട്ട് വളർന്ന് നന്നായിട്ട് കായ്ഫലം തരും. നമ്മുടെ അടുത്തുള്ള എല്ലാ ലൂബിയിലും ഏകദേശം കായ് സെറ്റായി തുടങ്ങിയിട്ടുള്ളവയാണ്.
അപ്പോൾ ഞാൻ ഇനി നമ്മൾ എന്നാറിൻ്റെ ലൂബി അത് ലെയർ ചെയ്ത് വച്ചിരുന്ന പ്ലാന്റിൽ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ പ്ലാന്റിൽ നിന്ന് അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത് അത് സെറ്റായ ലൂബി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ ആ എന്നാറിൻ്റെ ലൂബിയാണ്. ഇതിൽ കായ് നന്നായിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്നില്ലേ, ഇല നല്ല തളിർത്ത് നിൽക്കുന്നുണ്ട്, അതിൽ കായ് സെറ്റായും കിടക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റുകളിലും ഉണ്ട് കേട്ടോ അങ്ങനെ. ഇതിലൊക്കെ നിറച്ച് പൂത്തിട്ടുണ്ട്, ചെറുതിലാണെങ്കിലും നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട്, ഇതിലും സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലൂബി ഏതായാലും, അതിപ്പോൾ തായ് ലൂബി ആണെങ്കിലും എന്നാറിൻ്റെ ലൂബി ആണെങ്കിലും ഏത് ലൂബി ആണെങ്കിലും ഇങ്ങനെ വെള്ളം കെട്ടുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ലൂബിയെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. നല്ല ബുഷായിട്ട് വളരും, നന്നായിട്ട് കായ്ബലം കിട്ടും, നല്ല ടേസ്റ്റ് ഫ്രൂട്ടാണ്. എന്നാറിൻ്റെ ലൂബിയാണ് നല്ല കറുപ്പായാൽ മാത്രം മധുരം വരുന്നത്. ബാക്കി തായ് ലൂബിയൊക്കെ ആണെങ്കിൽ അത് പച്ചയ്ക്കും മധുരമുള്ള ലൂബികളുണ്ട്. അതുപോലെ നമുക്ക് നിറച്ച് ലൂബിക്ക കഴിക്കാൻ പറ്റും, മധുരത്തോടു കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. എന്നാൽ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം.